ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വാരണാസിയിലാണ്. അപ്പോൾ വാരണാസിയിൽ വെളുപ്പിന് 3 മണിക്കെത്തി. 1:55 ട്രെയിനായിരുന്നു, 3 മണിയായി ലേറ്റായിട്ട്. പിന്നെന്താണ്, ട്രെയിൻ ജേണീനെ പറ്റി പറയുകയാണെങ്കിൽ ആരെങ്കിലും വാരണാസിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ ട്രെയിനാണെങ്കിൽ ദയവ് ചെയ്ത് സ്ലീപ്പറിൽ വരരുതട്ടാ. ക്ഷമ കെട്ട്. ഒരു 51 മണിക്കൂർ സ്ലീപ്പറിൽ ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ ഈ ട്രിപ്പിൽ ഞാൻ ഒറ്റക്കല്ല, കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ പരിചയപ്പെടേണ്ട ഒരാളാണ്. 1 സെക്കൻഡ്. ഫസ്റ്റ് തന്നെ പരിചയപ്പെടേണ്ട ഒരാളാണിത്. ഇതിപ്പോ ഇങ്ങനെ വെട്ടം കണ്ടേ വാ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കുണുവാവ. കുണുവാവ ആക്ച്വൽ നെയിം അഭിലാഷ് എന്നാണ്. ഇനി കുറച്ച് നേരമുണ്ട്. ഓരോരുത്തർ ഇൻട്രോ ഇടണം. ഇത് രാഹുല്, പപ്പി രാഹുൽ അല്ലെങ്കിൽ പട്ടി രാഹുൽ ഞങ്ങൾ വിളിക്കും. ഇത് അലൻ ആൻഡ് ഇത് വിജയ്. ഞങ്ങൾ എല്ലാ നാട്ടുകാർ തന്നെ ഉണ്ടോ. അപ്പൊ രാവിലെ എത്തിയതാണ്. ഇപ്പോഴും റൂം കിട്ടിയിട്ടില്ല. ഹോസ്റ്റലിലെ റൂഫ് ടോപ്പിൽ വന്നിരിക്കുന്നു. ഫ്രണ്ടിൽ തന്നെ ഗംഗ. കിട്ടിയ ഹോസ്റ്റലിലെ ലൊക്കേഷൻ പൊളിയാണ്. അവർ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ കുറച്ച് ഇവിടുത്തെ ഘട്ടിലൊക്കെ കൂടി നടന്ന്. അത് ഇവിടെ ടോട്ടൽ 84 ഘട്ടുകളുണ്ട്, എണ്ണിയാ തീരാത്ത അമ്പലങ്ങളുണ്ട്. ഫുള്ള് സ്പിരിച്വൽ മൂഡാണ്. പക്ഷെ ഇപ്പം നല്ല വെയിലായി, അതുകൊണ്ട് ഇപ്പം നടപ്പൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. റൂം കിട്ടി ഒന്ന് ഫ്രഷ് ആവണം. ട്രെയിനിലെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. രാവിലെ 3 മണിക്ക് എത്തി ഇങ്ങോട്ട്. അതായത് വാരണാസി ജംഗ്ഷനിൽ നിന്ന് ഈ ഘട്ടുകളുടെ ഏരിയയിലേക്ക് വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഞങ്ങൾ നടന്നാ പോകുന്നത്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികൾ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അമ്മമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമയം 2 മണിയാറായി. തല ഇറങ്ങണ പോലെയാകാം. അതുകൊണ്ട് ചാടി ഇറങ്ങി. അപ്പോൾ ഹോസ്റ്റലും സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണിച്ചാൽ. ഈ വിശപ്പൊന്നും തീർക്കണ്ടാതെ. ഹോസ്റ്റലിൽ കയറുമ്പോൾ തന്നെ ഇതൊരു ശിവൻ്റെ അമ്പലം ഉണ്ടാ. ഈ അമ്പലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലോട്ട് വരുന്നത്. അതാണ് ഹോസ്റ്റലിൻ്റെ എൻട്രി. അപ്പോൾ ഈ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ യോഗ് ഹോസ്റ്റൽ എന്നാണ് പേര്. പെർ ഹെഡ് 500 തന്നെയില്ല, 490, ഓൾമോസ്റ്റ് 500 പെർ ഹെഡ് ഒരു ദിവസത്തേക്ക്. പിന്നെന്താണ്, 300 വർഷത്തിൽ അധികം പഴക്കമുള്ള ബിൽഡിംഗ് ആണിത്. അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. ശിവന്മാർ വന്നുമില്ലേ. രാഹുലിന് പേഴ്സും മൊബൈലൊക്കെ വെക്കാനായിട്ട് ഒരു സ്ലിംഗ് ബാഗ് വേണമെന്നിട്ട് സ്ലിംഗ് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിമാലയൻ ഹെമ്പിന്റെ ബാഗ് ഉണ്ട് ഇവിടെ. എടുക്കണ്ട. അങ്ങനെ രാഹുൽ ഒരു ബാഗ് മേടിച്ചു. ഇനി അവസാനത്തെ കുണുവാക്ക് വേണ്ടി ഷർട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ല നമ്മളങ്ങനെ ഗല്ലിയുടെ ഉള്ളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. പല ടൈപ്പ് മാലകൾ, പാദസരങ്ങൾ, കമ്മലുകൾ, പിന്നെ ഇതേപോലത്തെ പിള്ളേരുകൾ. ശരി 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 ശരി.
ഡൽഹിയുടെ കൂടി ഹോട്ടലൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലട്ടാ. എല്ലായിടത്തും ചൈനീസ്, സ്പാനിഷ്, ഫ്രഞ്ച് ഐറ്റം മാത്രമേ ഉള്ളൂ ഹോട്ടലുകളിൽ. ഇന്ത്യക്കാർക്ക് തിന്നാൻ പറ്റിയൊന്നുമില്ല ഇവിടെ. പക്ഷെ എൻ്റെ പൊണ്ണോ, പിന്നെ അതേ ഉച്ചക്കൊക്കെ നട്ടുച്ചക്കൊക്കെ ജിലേബിയും കുറച്ച് നാളെ കഴിക്കുന്നുണ്ട്. പിന്നുള്ള കുറേ രുദ്രാക്ഷക്കടയും മാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ താലി ഉണ്ട് ഇവിടെ. താലി എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തിയും പിന്നെ ചോറ്, കുറേ വെജിറ്റബിൾ കറി. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇവന്മാർക്കും വെജിറ്റേറിയൻ തന്നെ ഞാൻ പിടിക്കും. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ ദശാശ്വമേധത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടെയാണ് ദശാശ്വമേധത്ത്. പിന്നെ ഇവിടെ നിന്നാട് നേരെ മാർക്കറ്റാണ്. അപ്പോൾ അതെ നൈക്കും ട്യൂമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് പരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഫുഡ്. ഒരു സമയം വേണ്ടത് 2:30. ഇത്ര വൈകും ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. നമുക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടേബിൾ കാലിയായിട്ടില്ല. ടേബിൾ കാലിയായിട്ട് വേണം കയറാനായിട്ട് അകത്തേക്ക്. ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് റെഡിയാക്കി കഴിഞ്ഞ് നമ്മളപ്പോൾ കുറച്ച് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണാണ്. ഘട്ട് വഴി പോയി കഴിഞ്ഞാൽ ശിവൻ്റെ ആദ്യത്തെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ ടെമ്പിൾ കാണാൻ പറ്റും. പക്ഷേ ഘട്ട് വഴി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കരിഞ്ഞുണങ്ങിപ്പോവും. അതുകൊണ്ട് ഫുൾ റോട്ടിൽ കൂടി പോയിട്ട് ആദ്യം വേറെ കുറച്ച് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും കാശി വിശ്വനാഥ ടെമ്പിൾ പോകാം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തി ഞങ്ങൾ. ചലോ പോയിക്കോ, ഞാൻ തടഞ്ഞു നിർത്തിയില്ലല്ലോ. അത് നേരെ നേപ്പാളി ടെമ്പിളും അന്നപൂർണ്ണ ടെമ്പിളൊക്കെ ഒന്ന് പോയിട്ട് വരാം. വീണ്ടും ഏതോ ഒരു ഡൽഹിയുടെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയുടെ ഉള്ളിൽ കൂടെ നമ്മളൊക്കെ വെയിൽ കൊള്ളൂല. നല്ല തിരക്കുണ്ട് ഡൽഹിയുടെ ഉള്ളിൽ കൂടി. ഇതിലെ കുറച്ച് അധികം അമ്പലങ്ങളുടെ വഴി ഇതായതുകൊണ്ട് ഭക്തരുടെ പ്രവാഹമാണിവിടെ. ഇവിടെ മുഖത്ത് ഡിസൈനിങ്ങിന്റെ പരിപാടികൾ. एक साइड हो जाओ, एक साइड हो जाओ, एक साइड. മലായി. ഓ ഇതാണല്ലേ മലായി. പിന്നെ 50 rupees 1 cup malayo. 50 rupees ditiye rambi. हेलो अभी हमारा खाना हो गया भाई. അന്നപൂർണ്ണ ടെമ്പിളിൽ അവിടെ എത്തി. പക്ഷേ ഒരു ടെമ്പിളിൽ ക്യാമറ കത്തി കയറ്റാൻ പറ്റില്ല. നോക്കാം നമുക്ക് എന്താ സംഭവം. അവിടെ ക്യൂ ആണല്ലോ. ക്യാമറ കത്തി കയറ്റാൻ പറ്റില്ല. ആണോ? മൊബൈലിൽ ക്യാമറ ഒന്നും കത്തി കയറ്റാൻ പറ്റില്ല. മറ്റോടത്തേക്ക് പറ്റില്ല. ഒരു ടെമ്പിളിലും പറ്റില്ലെന്ന് എൻ്റെ അറിവ്. പക്ഷെ വിശ്വനാഥ് ഉള്ളിക്ക്. അപ്പൊ അന്നപൂർണ്ണ ടെമ്പിളിൽ ക്യാമറ മൊബൈലൊന്നും നടക്കൂല. ഇവിടുത്തെ മിക്ക അമ്പലങ്ങളിലും ക്യാമറ മൊബൈലൊന്നും കയറ്റുന്ന നടക്കൂല. പിന്നെ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ക്യാമറ ആയിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് 4 ഗേറ്റ് ഉണ്ട് കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക്. അതിൽ ഗേറ്റ് നമ്പർ 1, അതായത് ഘട്ടിൻ്റെ ഉള്ളിൽ കൂടി കയറണമെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഘട്ടിൻ്റെ ഉള്ളിൽ കൂടി കയറണമെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ സൈഡിൽ വരെ എത്തുള്ളൂ. പിന്നെ അതിനടുത്ത് തന്നെ നേപ്പാളി ടെമ്പിൾ ഉണ്ട്. അവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അന്നപൂർണ്ണ ടെമ്പിൾ
ക്യാമറ നടപടിയില്ല, അതുകൊണ്ട് തിരിച്ചു പോകുന്നു. തിരിച്ച് നമ്മൾ ദശാശ്വമേധ് ഘട്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് ഏതാണ്ടൊരു 500 മീറ്റർ കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് 500 മീറ്റർ ആയിരിക്കണം. ഫ്രീ ആയിരിക്കുമല്ലോ, പിന്നെ പുണ്യം കിട്ടാൻ നടത്തണം അവിടെ. ഇതുപോലെ ഒരു സംഭവം. അപ്പൊ രാഹുലിനൊരു കൗതുകം ലേശം കൂടുതലാണ് രാഹുലിന്. അപ്പൊ അത് ഇതുമ്പോ കയറി മൊബൈൽ വെച്ചൊരു വീഡിയോ എടുക്കണമെന്ന്. മണ്ടന്മാരെ കാണിക്കോക്ക്. ഇതിന്നലെ ഞായിനെ കിടക്കണ ഞായിനെ കിടക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ദശാശ്വമേധ് ഘട്ടിലെത്തി. നമ്മുടെ വൈകുന്നേരം ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇപ്പോഴല്ല, വൈകുന്നേരം 7 മണിക്കാണ് ഗംഗാ ആരതി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാശി വിശ്വനാഥ ടെമ്പിള് എന്നിവയെ കാശി വിശ്വനാഥ ടെമ്പിളും നേപ്പാളി ടെമ്പിളിലേക്കുമാണ്. കാശി വിശ്വനാഥ ടെമ്പിളിൽ ക്യാമറ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ശ്രമിച്ചു നോക്കാം. എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടം വരെ കൊണ്ടുപോകാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ പൊരിവെയിലത്ത് ബോട്ടിങ്ങിന് പോയാൽ കരിഞ്ഞിരിക്കും. അതുകൊണ്ട് ബോട്ടിങ് രാവിലത്തേക്കാക്കാം. ദശാശ്വമേധ് ഘട്ടിൽ നിന്നും കുറച്ച് മുമ്പോട്ട് നമ്മളേക്കും മൻമഹൽ ഘട്ട് എത്തിയിട്ടോ. ഇതാണ് മൻമഹൽ ഘട്ട്. എല്ലാ ഘട്ടിൻ്റെ മേളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. കാരണം അമ്പലത്തിൽ പോയി ദർശനം കിട്ടുമെങ്കിൽ ദർശനം നടത്താം. അതായത് തിരിച്ച് നമുക്ക് ആരതി കാണാൻ വേണ്ടി വരാനുള്ളത്. അതാ ഈ കാണുന്നതാണ് മൻമഹൽ ഘട്ട്. ഇവിടെ മൊത്തം 84 ഘട്ടുകളും 90,000 അമ്പലങ്ങളും ഉണ്ട്. അത് കണ്ടു തീരണമെങ്കിൽ ഒരു വർഷം പോരുന്നു. അത് നമുക്ക് പരമാവധി മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മ കാശി വിശ്വനാഥ് വരെ പോകുന്നതിൻ്റെ ഇടയിൽ ഏതാണ്ട് 8-9 ഘട്ടുകളുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ഘട്ടത്തിൽ തിരുപ്പൂർ ഭൈരവി ഘട്ട്. തിരുപ്പൂർ ഭൈരവി ഘട്ട് അത്ര കാണാൻ വലിയ രസമില്ല. തിരുപ്പൂർ ഭൈരവി ഘട്ട് അത്ര കാണാൻ വലിയ രസമില്ല. നമുക്ക് ഇനി പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ കൊറിയൻസും ജാപ്പനീസിൻ്റെ ഒക്കെ ടൂറിസ്റ്റുകൾ വളരെ കൂടുതലാണ്. കാരണം ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഇവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ അവിടെ ആയിരുന്നു ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം. അപ്പോൾ ഈ കൊറിയൻസിൻ്റെ ജാപ്പനീസും ടൂറിസ്റ്റുകൾ ഇവിടെ വളരെ കൂടുതലാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ തിരുപ്പൂർ ഭൈരവി ഘട്ട് കഴിഞ്ഞു. അടുത്ത ഘട്ട് ഏതാന്ന് നോക്കാം. പറ്റിക്കലിൽ ഒരു ടൈപ്പ് പറ്റിക്കലാണിത്. ഇപ്പൊ തന്നെ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തതിന് പൈസ വേണമെന്നും പറഞ്ഞ് ഞാൻ മൈൻഡ് ഇങ്ങോട്ട് പോകുന്നു. ഫോട്ടോ എടുത്ത് 50 രൂപയൊക്കെ ചോദിച്ചു വരും. അവിടെ ഗംഗല കുളിസിയിലുണ്ട് ഇവിടെ. ഓ ഇനി അത് കാണിക്കണ്ട, ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടി പോവും. കസ്തൂരി എന്നുള്ള ആകെ വെറുതെ ഈ കടകല്ല. പ്ലാസ്റ്റിക് രുദ്രാക്ഷവും കുറെ രുദ്രാക്ഷം ഇങ്ങനെ ചെടിയിലുണ്ടാവണ ആയി വരണ്ടിട്ടില്ല. ഈ ഘട്ടിന്റെ പേരാണ് ഘട്ടത്തി. അതതിന്റെ പേരാണുള്ളല്ലോ. നേപ്പാൾ ടെമ്പിളാണ്. ആ ടെമ്പിൾ അകത്താണ്. ഘട്ടിന്റെ പേര് നോക്ക്. മാഞ്ഞുപോയി ഘട്ടല്ലേ അവർ കണ്ടുപിടിച്ച മാഞ്ഞുപോയ ഘട്ടിന്റെ പേര് കിട്ടി ലളിതാ ഘട്ട്. മാഞ്ഞുപോയ ഘട്ടല്ല, ലളിതാ ഘട്ടാണ് ഈ കാണുന്നത്. ലളിതാ ഘട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് കയറാം. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്.
ഈ ഗേറ്റിന്റെ അപ്പുറത്താണ് ആ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നേരെ കാശി വിശ്വനാഥ് ടെമ്പിളും നേപ്പാളി ടെമ്പിളും അതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ക്യാമറ മൊബൈൽ ബാഗൊന്നും കയറ്റില്ലെന്നാണ് കേട്ടത്. നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ ക്യാമറ കയറ്റിയില്ലെങ്കിലും ഞാൻ കയറണം അകത്തേക്ക്. അത്ര ഫേമസ് ടെമ്പിളാണ്. ശിവന്റെ ഇന്ത്യയിലെ ആദ്യത്തെ അമ്പലം എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ശ്രീ രാജരാജേശ്വരി മന്ദിർ. ഓക്കെ, മന്ദിറിൽ ആരുമില്ല, കൊള്ളാലത് കാണാനായിട്ട്. അപ്പൊ അകത്തേക്ക് കയറി നമ്മൾ നേപ്പാളി ടെമ്പിളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കൂടി നേപ്പാളി ടെമ്പിളിലേക്ക് പോകാനായിട്ട് നമ്മൾ നേപ്പാളി ടെമ്പിളിന്റെ അകത്ത് കയറി. ഇതാണ് നേപ്പാളി ടെമ്പിൾ. ഇവിടുത്തെ രാമന്റെ സീതയുടെയും ഒരു കട്ട് നേപ്പാളിക്കാണ് എന്നാണ് കേട്ടത്. നമുക്ക് ഇതിനകത്ത് നോക്കാം. അങ്ങനെ നമ്മൾ നേപ്പാളി ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഒരാൾക്ക് 300 രൂപ വെച്ച് എൻട്രി ഫീസ് ഉണ്ട്. നോക്കാം. നമ്മളങ്ങനെ കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ക്യാമറ മൊബൈൽ ബാഗൊന്നും അമ്പലത്തിനകത്തേക്ക് കയറ്റൂല. അപ്പോൾ അവിടെ ലോക്കർ സിസ്റ്റം ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം കയറാനായിട്ട്. ലോക്കർ ഫ്രീ ആണ്, പക്ഷേ ലോക്കറിൽ ബാഗ് വെച്ച് ഇറങ്ങുമ്പോഴേക്കും പൂജാ സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കണം. എന്നാൽ മാത്രമേ ലോക്കർ ഫ്രീ ആയിട്ട് തരുള്ളൂ. പൂജാ സാധനങ്ങൾ 350 ഉണ്ട്, 550 ഉണ്ട്. 350 അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റലിൻ്റെ പേര്, യോഗ് ഹോസ്റ്റൽസ്. ആൻഡ് ഇതാണ് എൻട്രിക്ക് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലൊരു ശിവൻ്റെ അമ്പലമുണ്ട്. കണ്ടാ, ഈ അമ്പലം കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അവിടെ റിസപ്ഷൻ്റെ അവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ അവരുടെ ഫീസ് ഒന്നും കാണിക്കണ്ട, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ഷെയറിംഗ് ബാത്റൂംസ്, ഷവർ. നമ്മുടെ റൂം ഇവിടെയാണ്. യെസ്, ഇതാണ് നമ്മുടെ ബെഡ്റൂംസ്. 5,500 വീട്ടാണത്. ഇതെൻ്റെ ബെഡ്. ഇവിടെ ആരായിരുന്നു? ഇവിടെ അല്ലനാണ്. ഇവിടെ വിജയ്, ഇവിടെ കുണു ആൻഡ് ഇവിടെ രാഹുൽ. അവന്മാരിപ്പോൾ റൂഫ് ടോപ്പിലേക്ക് പോയേക്കണേ. റൂഫ് ടോപ്പ് കാണിച്ചു തരാം. ആർട്ടോണ്ട് പുള്ളിയല്ലേ. ആ റൂഫ് ടോപ്പ് കണ്ടതാണ്. റൂഫ് ടോപ്പിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത്. അതുപോലെ തന്നെ 2 കുളിമുറി, 2 ബാത്റൂം. ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ കാണാൻ രസമുണ്ട്. നമ്മുടെ ബാക്കിലാണ് സൂര്യൻ വന്നേക്കുന്നത്, അതുകൊണ്ട് കാണാൻ കുറച്ച് രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇപ്പോഴേ തിരക്കായിരുന്നു അവിടെ ഞാൻ വന്നപ്പോഴേക്കും. ഇപ്പോൾ 4:45 ഒരു 5:30 ആകുമ്പോഴേക്കും നമുക്ക് അവിടെ പോകണം. ദശാശ്വമേധ് ഘട്ടിലേക്ക് ഗംഗാരതിയാണ്. ഗംഗാരതി കഴിഞ്ഞിട്ട് വലിയ പ്ലാൻസ് ഒന്നുമില്ല, നമുക്ക് നോക്കാം അടുത്ത് എന്താവും എന്നുള്ളത്. ഒന്നും പ്ലാൻ ചെയ്യാതെ വന്നേക്കണത്. അങ്ങനെ സമയം 6 മണിയായി. ഞങ്ങൾ ആരതി കാണാൻ വേണ്ടി ഇറങ്ങുന്നു. കുണുമാകെ നടക്കാൻ പറ്റുള്ള കുണുവായ ആമ്പോ അയ്യോ. ആരതിയുടെ സമയമായപ്പോഴേക്കും ബോട്ടുകളൊക്കെ നിറഞ്ഞിട്ടാ. നോക്കി എന്തോരം ബോട്ടുകളാണ്. ആരതിയുടെ സമയപ്പോഴേക്കും നിറച്ച് ബോട്ടുകളായി. मणिकर्ण का घाट घुमाएगा, फिर आगे दिखाएगा हाउ मेनी मेंबर्स, 5 टोटल आ जाएगा 2000 रुपये टोटल. वो भी कोड है वाला लास्ट वाला कोणावडी पण लावले आणि बोला
ആരെ തുറന്ന സമയമായി നമ്മ മുന്നേ തന്നെ തിരുന്നിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്ന അറിയാമോ? ഇതിൽ മാറിപ്പോയില്ല. അങ്ങനെ ഗംഗ ആരതിയൊക്കെ ഉണ്ട്. ഇനി അടുത്ത പരിപാടി വാരണാസിയിലെ ലസ്സി ഷോപ്പാണ്. അതാണ് ഇവിടുത്തെ ഫേമസ്. അപ്പൊ ലസ്സി ട്രൈ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ലസ്സിയും സ്വീറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഫേമസ്. അപ്പൊ ലസ്സി കഴിച്ചിട്ട് നമുക്ക് ഡിന്നറിലേക്ക് പോകാൻ വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഒരുപാട് ലസ്സി ഷോപ്പുകളുണ്ട്. അപ്പൊ ഫേമസ് ആയിട്ടുള്ളൊരു 3 നമ്മ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് പിന്നെ ഷോർട്ട് ഔട്ട് ചെയ്ത് വരണം നോക്കി. അങ്ങനെ ഞങ്ങൾ ലസ്സി ഷോപ്പിലെത്തി. ബാബ ലസ്സി ഷോപ്പ്. ഇവിടെ വന്ന ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് ആൻഡ് മലയാളത്തിൽ രീതി വെച്ചിട്ടുണ്ടല്ലോ. ഒരു ചാലക്കുടി അതെ ടീം കേരള വടാപ്പാവ് സെൻസർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ലസ്സി റെഡി ആയിട്ടുണ്ട്. ദ സ്ട്രോങ്ങസ്റ്റ് ലസ്സി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ലസ്സിയൊക്കെ വന്ന് ഇത് എന്തോ ഫ്രൂട്ട്സ് ലസ്സി, ഈ 4 വാങ് ലസ്സി, 2 ലൈറ്റ് 2 സ്ട്രോങ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ഡിന്നർ പരിപാടി. നമ്മൾ വന്നേക്കുന്നത് ബാബ ലസ്സി ഷോപ്പ്, വാരണാസിയിലെ ഏറ്റവും റിവ്യൂ ഉള്ളൊരു ലസ്സി ഷോപ്പാണ്. അപ്പൊ വാരണാസിയിൽ വരുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിവിടെ നിന്ന് കിട്ടൂല, വാരണാസിയിൽ മാത്രമേ കിട്ടുള്ളൂ. വാരണാസിയിൽ മാത്രമല്ല, പല സ്ഥലത്തും കിട്ടും. പക്ഷെ വാരണാസിയിൽ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ബാബ ലസ്സി ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഘട്ടിലേക്ക് പോകുന്നു.
അപ്പൊ സ്ട്രോങ്ങസ്റ്റ് ലസ്സി അടിച്ചവരുടെയൊക്കെ സ്വഭാവം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത് ബാബ. ഗട്ടി പോയിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വീഡിയോ ഇടാം. നമുക്കെല്ലാം പക്കേണ്ട നമുക്ക് വേണ്ടി നമുക്ക് दुर्गा रूपी इस घाट की सबसे विशेष बात यह है कि यहाँ शिव के साथ शक्ति के दर्शन में श्रद्धालु मिलते हैं। साथ ही समर्पित काशी में यह मंदिर नेपाल के पशुपति मंदिर का प्रतीक रूप है। वर्तमान में सुशोभित यह ललिता घाट पूर्व में 3 भागों में विभक्त था। आज राजेश्वरी घाट, इनका उल्लेख सन 1930 में मोती चंद्र जी ने किया था। जहां नेपाली घाट एवं ललिता घाट के पक्के निर्माण का श्रेय नेपाल के महाराजा बहादुर शाह को जाता है। അത് ഞങ്ങ ചുമ്മാ ഈ മണികർണിക കെട്ടിന്റെ അവിടം വരെ വന്നാണ്. കാശി വിശ്വനാഥ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോ വെറുതെ പെട്ടെന്ന് ലൈറ്റ് ഒക്കെ ഓഫായി. ലേസർ ഷോ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പരിപാടി ഉള്ളത്, അറിയാനേ പാടില്ലായിരുന്നു. അത് വെറുതെ സ്റ്റണ്ണായി കളഞ്ഞു, ഒരു രക്ഷയില്ല അവിടുത്തെ പരിപാടി. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ പരിപാടി ഡിന്നർ കഴിക്കണ്ട. അപ്പൊ ഡിന്നറിന് ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം, ഡിന്നർ കഴിക്കണം, അത് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ വാരണാസിയുടെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.